തേർഡ് ഐയുടെ ബെനിഫിറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ആത്മസാധന സിദ്ധ ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്ററിലെ സ്ഥാപകനും റേക്കി മാസ്റ്ററും പ്രാണി ഹീലറും ഹിപ്നോതെറാപ്പിസ്റ്റുമായിട്ടുള്ള ഷാജി രാമൻ സാറാണ്. സാർ നമസ്കാരം. നമസ്തേ. നമസ്തേ. ഈ റേക്കി എന്ന് പറയുന്ന ചികിത്സാ രീതി പ്രധാനമായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? അത് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണോ എങ്കിലും ഒന്ന് എടുത്ത് പറയുന്ന ചോദ്യങ്ങൾക്കനുസരിച്ചുള്ളൊരു മറുപടി എന്നോണം പറയുകയാണെങ്കിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവും വൈകാരികവും ആത്മീയവുമായിട്ടുള്ള ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് റേക്കി ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മളോട് എന്താണോ ആവശ്യപ്പെടുന്നത്, ഒരു റേക്കി ഹീലർ അല്ലെങ്കിൽ ഒരു റേക്കി മാസ്റ്ററോട് എന്താണോ അവരുടെ പ്രശ്നം, ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്ന്, എന്താണ് ആ പ്രശ്നം മാത്രം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ വ്യക്തിയല്ല ശരിക്കും ചെയ്യുന്നത്. റേക്കി എന്ന് പറഞ്ഞാൽ ആ പ്രാപഞ്ചിക ഊർജ്ജശക്തി, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി, അതിനറിയാം, അത് സ്വയം ബോധത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റേക്കി അവിടെ കൊടുക്കുക, ആ എനർജി കൊടുക്കുമ്പോൾ ആ വിഷയത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. ഈ ബ്ലാക്ക് മാജിക് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമൊക്കെ റേക്കിയിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് എപ്രകാരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ രീതിയിൽ അത് എൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് സ്കാനിങ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ ഒരു പെൻഡുലം ഉപയോഗിച്ചുള്ള സ്കാനിങ് സിസ്റ്റത്തിലൂടെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. പല ആളുകളും പല ടൂളുകളും ഉപയോഗിക്കുന്നുണ്ട്, പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു പരിധി വരെ നമ്മൾ ഡീപ്പായിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഒരു വ്യക്തി വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ പ്രോബ്ലംസ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് പ്രശ്നം. അങ്ങനെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് സ്കാനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതെ, ദൂരെ ഇരിക്കുന്ന ആളുകൾക്കും നമുക്ക് അത്തരത്തിലുള്ള നമുക്ക് ഈ അതിന് സ്കാനിങ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് ഒരു ഫോട്ടോ നിങ്ങൾ അയച്ചു തരൂ എന്ന് പറയും. അപ്പോൾ പല ആളുകളും ഞങ്ങൾ നേരിട്ട് വരാമെന്ന് പറയും. നേരിട്ട് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിദേശത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ വന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവേറിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും ഒരു ഫോട്ടോ അയച്ചു തരൂ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ അവരുടെ ഓറോ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്കാനിങ് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുന്നത്. അനുഭവം ഒരുപാട് അനുഭവമുണ്ട്. ഞാനായിട്ട് പറയുന്നതിലല്ല കാര്യം. ഞാൻ പലരോടും പറയുന്നത് ഒരു കാര്യം ഞാനല്ല പറയേണ്ടത്. അത് അനുഭവസ്ഥരായിട്ട് ആളുകൾ അവരുടെ ഈ ഒരുപക്ഷെ വീഡിയോ കാണുമ്പോഴോ ഒക്കെ അവർ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പല സംഗതികളും ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഡയറക്റ്റ് വന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നത് ആ പ്രശ്നം ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ആ പ്രശ്നം എന്താണ് അവിടെ വന്നു ചേർന്നിരിക്കുന്നത്, അത് എങ്ങനെ അവർക്ക് എഫക്റ്റ് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ പുറമേ ഉള്ളൊരു വ്യക്തി അവരുടെ അടുത്ത് ഇപ്പോൾ വീഡിയോ കോളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പുറമെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വെറും ഒരു എനർജി ട്രാൻസ്ഫർമേഷനിലൂടെ മാത്രം നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും പരിഹരിക്കാനൊക്കെ സാധിക്കും. സാർ എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ഫീൽഡിലോട്ട് വന്നത്? അതൊരു നിയോഗമാണ്, ഒരു നിമിത്തമാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ അന്തരീക്ഷം പോലും അതാണെന്നേ പറയുള്ളൂ, അങ്ങനെയാണെന്നേ പറയുള്ളൂ. കാരണം ഇവിടെ ഒരു ബ്രാഹ്മിൻസ് മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വന്ന് എത്തിപ്പെടാനും വാടകയ്ക്ക് വന്ന് താമസിക്കുന്നു, പിന്നെ ആ സ്ഥലം തന്നെ വാങ്ങിക്കാൻ പറ്റുന്നു, അവിടെ ഒരു വീട് പണിയാൻ പറ്റുന്നു. ഇതൊക്കെ റേക്കിയിലൂടെ വന്നതാണ്. അത് റേക്കി എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വർഷങ്ങളായിട്ട് ഒരു 10 ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 43 വർഷത്തെ ആയിട്ട് നിലനിന്നിരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. സ്കിൻ ഡിസീസാണ്. ശരീരത്തിന് ചൊറിച്ചിലും, എനിക്ക് വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പറ്റില്ല. ധരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചൂടാവുക, ശരീരം ബോഡി ചൂടായിട്ട് നമുക്ക് വേണ്ട സൂര്യ കളയണമെന്ന് തോന്നുക. വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിൽ കാലിറക്കി വയ്ക്കുക, കൈ ഇറക്കി വയ്ക്കുക, അത്രയും അസഹ്യമായ ചൂടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് പല മെഡിസിൻസും ഉപയോഗിച്ച് നോക്കി. പക്ഷേ അത് ഒരു ഗുണപ്പെട്ടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയി, അവിടെ ചെന്നിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഞാൻ തിരിച്ചു പോരുകയൊക്കെ ഉണ്ടായി. കൊച്ചി ഷിപ്പ്യാർഡിലായിരുന്നു ഞാൻ നേരത്തെ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയത്. അപ്പോൾ ഈ അസുഖം കാരണം കൊണ്ട് എനിക്ക് ജോലിയിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. തിരിച്ച് നാട്ടിൽ വന്ന് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആ സുഹൃത്തിൻ്റെ സുഹൃത്താണത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളി പ്രാണി ഹീലറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പുള്ളിയാണ് എൻ്റെ ഈ പ്രശ്നത്തെ പൂർണ്ണമായിട്ടും മാറ്റി
ഞാനിപ്പോൾ ഇന്ന് ഇരിക്കുന്ന ഒരു ലെവലിലേക്ക് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസൊക്കെ മാറ്റി കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അത് മാറി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 7 days 7 ദിവസത്തെ ഹീലിംഗ് മാത്രമാണ് അതിനകത്ത് എടുത്തത്. അതാണ് അത്ഭുതം. അപ്പോൾ എനിക്കത് വലിയൊരു മിറാക്കിളായിട്ട് തോന്നി. അപ്പോൾ എനിക്കതൊന്ന് പഠിക്കണമെന്ന് തോന്നി. പക്ഷെ പ്രാണി ഹീലിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ആദ്യം പഠിച്ചത് റേക്കിയാണ്. സതീഷ് എം നായർ സാറിലാണ് റേക്കി പഠിച്ചത്. അപ്പോൾ അതിലൂടെയാണ് പിന്നെ പതിയെ പിന്നെ അത് ഈ പറഞ്ഞ മാതിരി എൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. പക്ഷെ അതെന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് ഇതേപോലെ ആത്മീയമായിട്ടും ഉള്ള കാര്യങ്ങളും. ഇതിപ്പോൾ ആത്മീയത വേണമെന്ന് നിർബന്ധമൊന്നുമില്ല റേക്കിയെ സംബന്ധിച്ച്. നമുക്കൊരു സ്വഭാവ ശുദ്ധി ഉണ്ടായാൽ മതി. സത്യം, ധർമ്മം, നീതിയൊക്കെ പാലിക്കുക, സഹനം എന്നത് അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഇതൊക്കെയാണ് ഏറ്റവും റേക്കിക്ക് അതിപ്രധാനമായിട്ട് വേണ്ടത്. എന്തുകൊണ്ടും അതൊക്കെ എനിക്ക് സാധ്യമാകുന്നുണ്ട്, സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. റേക്കിയുടെ എല്ലാ മാസ്റ്റർ ഡിഗ്രി വരെയുള്ള എല്ലാ ക്ലാസ്സും എടുത്തു കൊടുക്കുന്നുണ്ട്. റേക്കി ഉണ്ട്, പിന്നെ തേടയുടെ ഉണ്ട്. തേടൈ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. ചക്ര ആക്ടിവേഷൻ എന്ന് പറഞ്ഞ സിസ്റ്റം, അതിൻ്റെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പരബ്രഹ്മ ചൈതന്യക്രിയ എന്ന് പറഞ്ഞിട്ട് അതൊരു ടോപ്പ് ലെവലിലുള്ളൊരു 2-3 ദിവസത്തെ ക്ലാസ്സാണ്. അത് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ഒരു സിദ്ധിയായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തേർഡ് ഐയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഡ്യൂഷൻ പവർ ലഭിക്കുക എന്നുള്ളതാണ്. ഇൻഡ്യൂഷൻ നമുക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും നമ്മൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഏത് വഴിക്ക് പോകണം, ഏത് പ്രവൃത്തി ചെയ്യണം എന്നുള്ള വേറൊരാളുടെ അഡ്വൈസ് അല്ലെങ്കിൽ വേറൊരാൾ ഒരു ഗാർഡിയൻ്റെ ആവശ്യമില്ല. നമ്മളിൽ തന്നെ ഒരു ബോധം ജനിക്കുക, ഒരു നമ്മുടെ ഈ അവബോധം ജനിക്കുക എന്ന് പറയും. ചില ആളുകൾക്ക് ഒരു ക്ലിയറോയിൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾക്ക് അവർ ഇപ്പോൾ 8 വയസ്സായി പ്രായമായിട്ടുള്ള കുട്ടികളെ 12-15 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏജ് ലിമിറ്റ് ഇല്ല. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രം മതി. അത് ഏജിന് പ്രത്യേകതയൊന്നുമില്ല. ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈ തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾക്കാർക്ക് പറ്റത്തില്ല, അങ്ങനെയുണ്ടോ? അതായത് ഇപ്പൊ ഏതെങ്കിലും ജാതി, മതസ്ഥർ അങ്ങനെയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് ഈശ്വരീയമായതിന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അത് ചെയ്യാനായിട്ട് പറ്റും. പൊതുവെ ഈ തേർഡ് ഐ നമുക്ക് കേൾക്കുമ്പോൾ ശിവനൊക്കെ ഓർമ്മ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ മാറി നിൽക്കാൻ ചാൻസ് ഉണ്ടോ? ഹിന്ദു ആണെങ്കിലും മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലൊക്കെ. അപ്പൊ ഇതിന് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അതായത് ഇത് ശരിക്കും നമ്മുടെ ഭ്രൂമധ്യം നമ്മുടെ പുരുകമധ്യം എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കാണ്. അത് പീനിയൽ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരു 3-3.5 ഡെപ്തിൽ ഇരിക്കുന്ന ആ പീനിയൽ ഗ്ലാൻഡിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. ഇത് ഒരു ഗേറ്റ് വേ മാത്രമാണ്. അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയുടെ അവൻ്റെ സമയവും അവൻ്റെ താല്പര്യവും അനുസരിച്ചിട്ട് എത്രമാത്രമാണോ അവന് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള പവർ കിട്ടുക എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് തേർഡ് ഐ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പലരും പറയുന്നുണ്ട് ഒരു 3 സെക്കൻഡ് കൊണ്ട്, 3 മിനിറ്റ് കൊണ്ട്, 3 ദിവസങ്ങൾ കൊണ്ട്, 3 ആഴ്ചകൾ കൊണ്ട്, 3 മാസങ്ങൾ കൊണ്ടെന്ന് പറയും. ഒരിക്കലും അത് സാധ്യമല്ല. പിന്നെ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ വെറുതെ ഭ്രൂമധ്യത്തിലിട്ട് നോക്കിക്കൊണ്ടിരുന്നാലോ, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് നിങ്ങളൊരു ദീപം തെളിയിച്ചിട്ട് ആ ദീപത്തിൽ നോക്കിയിരിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ശക്തിചക്ര പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഓരോ സിസ്റ്റമാണ്. അതിന് പലതരത്തിലുള്ള സിസ്റ്റം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ത്രാടകം നമ്മൾ പറയാം, ജ്യോതി ത്രാടകം, കാന്തി, നമ്മുടെ പെരുവിലർ ത്രാടകം, നമ്മുടെ നഖത്തിന് തുമ്പിൽ നോക്കിയിരിക്കുന്ന ത്രാടകം, പിന്നെ ഈ പറയുന്ന പോലെ കാന്തത്രാടകം, കാന്തത്തിൽ നോക്കിയിരിക്കുന്ന പല ടെക്നിക്കുകളുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല. തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില എക്സസൈസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാണായാമമുണ്ട്. ആ പ്രാണായാമമൊക്കെ നമ്മൾ ചെയ്ത് നമ്മളുടെ നാഡികളെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഐക്ക് പവർ കിട്ടാനായിട്ട്, ഹെഡിന് പവർ കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടലി ബോഡിയെ നമ്മൾ ഒരു വ്യായാമത്തിലൂടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം മാത്രമാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ടെക്നിക്കലി അതിൻ്റെ സയൻസ് പ്രകാരം പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് അത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അതിന് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യണം.